ഹായ് ഗായ്സ്, നമ്മളൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നത്. ഞാനിപ്പോൾ കുടുവാളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ തല്ലുണ്ടാക്കാനോ വീട്ടുണ്ടാക്കാനോ പോകുന്നത്. പക്ഷേ വീട്ടുണ്ടാക്കാനൊന്നും പോകല്ല. നമ്മളിന്നൊരു വെറൈറ്റി സംഭവം ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തെറ്റാലി എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുമ്പ് ഒരു ബ്ലോഗർ കണ്ട അടിപൊളി വീഡിയോ ചെയ്തായിരുന്നു. അതുപോലെ തന്നെയുള്ളൊരു സെറ്റപ്പ് സംഭവമാണിത്. അപ്പോൾ നമുക്കിത് നേരെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോയി നോക്കാം. നമുക്കിന്ന് വേണ്ടത് ഒരു വൈ ഷേപ്പുള്ള വടിയാണ്. അപ്പോൾ അത് തപ്പിയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ എവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് പോയി നോക്കിയാൽ ഇതെടുക്കാം. ഇത് തന്നെ നമുക്ക് കുറേ തപ്പിയിട്ടാട്ടോ കിട്ടിയത്. കുറേ തിരഞ്ഞാടുന്നു. ഇത് റയർ പീസാണ്. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാം. ഞാൻ വെട്ടിയിട്ട് നമുക്ക് എടുക്കാം. ഏകദേശം നമുക്കൊരു കൈപ്പിടിക്ക് കറക്റ്റ് അളവിൽ വെട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് ക്യാമറ കുറച്ച് ബാക്കോട്ടുണ്ട്. ഉറപ്പുള്ള സാധനം. ഇല്ലേ കറക്റ്റ് വയ്യിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇനി പോയി ഷേപ്പ് ചെയ്ത് തരാം. വാ, നമുക്ക് കൈൻ്റെ അളവിൽ മുറിക്കണം. ഏകദേശം ഇതേപോലെ പിടിക്കുന്നതിലും പിന്നെ കുറച്ച് താന്നിട്ടും വേണം. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചളയാം. അപ്പോൾ നമുക്ക് മുറിക്കാം. ഏകദേശം നമുക്ക് ഈ ഒരു ഇതിൽ വേണം രണ്ട് ഭാഗവും. അപ്പോൾ നമുക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റേ സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ട്യൂബ്, ഒരു ലെതർ പീസ്, ഒരു വൈ ഷേപ്പുള്ള വടി നമ്മൾ നേരത്തെ കട്ട് ചെയ്തത്. നമുക്ക് കത്രിക വേണം. ഈ ട്യൂബ് എടുക്കുക, മറ്റു ലെതറും വൈ ഷേപ്പുള്ള വടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിന് ട്യൂബ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പുള്ള ട്യൂബ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മൂർച്ചുള്ള കത്രിക യൂസ് ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോവാത്ത രീതിക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 3 പീസ് കട്ട് ചെയ്തെടുക്കണം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കാത്ത രീതിയിൽ തന്നെ വേണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി നിന്നാൽ അത് തെറ്റാലി നമ്മൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലൊരു മൂർച്ചയുള്ള കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേറെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ തെറ്റാലി വലിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ മൂന്നാമത് വേറൊന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. തെറ്റാലി ഇതിൻ്റെ ഈ സ്പ്രിങ്ങും ലെതറും കൂടി കെട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ട്യൂബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ തെറ്റാലി ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും വരുന്നില്ല. വീട്ടിലൊരു പഴയ ട്യൂബും ഒരു ലെതർ പീസ് കൊണ്ട് നമുക്ക് തെറ്റാലി ഉണ്ടാക്കാം. നമുക്ക് ഈ ട്യൂബ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ വൈ ഷേപ്പുള്ള വടി ഇങ്ങോട്ട് എടുക്കാം. അത് വൃത്തിയാക്കണം. അതിന് മുകളിലുള്ള ഈ മരത്തിൻ്റെ ഈ തൊലി ചെത്തി ഒഴിവാക്കണം. നമുക്ക് നമ്മളത് കറക്റ്റ് വൃത്തിയിൽ നല്ലോണം ചെത്തിയെടുക്കുക. ചെത്തുമ്പോൾ ശ്രദ്ധിക്കുക, എന്താ വെച്ചാൽ ഈ മരം മുറിഞ്ഞു പോകരുത്. നമ്മളിത് കറക്റ്റ് അളവിൽ നമ്മുടെ കൈ ഷേപ്പിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഓൾറെഡി. ആ ഉള്ളിലോട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ ഈ നമ്മൾ കൊടുവാളാണ് യൂസ് ചെയ്യുന്നത്. ഈ കൊടുവാള ആദ്യം ഉള്ളിലോട്ട് നിറഞ്ഞ് കയറിപ്പോയാൽ വലിച്ചു വിടുമ്പോൾ ആ വൈ ഷേപ്പുള്ള സാധനം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക.
ഇതിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചെത്തി ഒഴിവാക്കുക. നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന പോലെ നമ്മളിത് ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ളിൽ കെട്ടാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, നമുക്ക് അത് തുടങ്ങാം. അത് നമ്മൾ മൂന്നാമത് വേറൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറുതാക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇതിൽ കട്ട് ചെയ്ത് വെച്ചാൽ ആ കട്ട് ചെയ്ത് നന്നായി ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എത്ര ചെറുതാക്കി നൈസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഇപ്പോൾ നമ്മൾ ഏകദേശം മുറിച്ച് കഴിയാനായി. നമ്മൾ എത്ര ചെറുതാക്കി മുറിക്കുന്നു അത്രയും നല്ലത്. ഏകദേശം നമ്മൾ രണ്ടും ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടാം. കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടണം. ആ ലൂസായി പോയാൽ കഴിഞ്ഞു പോരും. അപ്പോൾ മാക്സിമം ടൈറ്റായിട്ട് കെട്ടാൻ ശ്രമിക്കുക. അധികം ഓവർ ടൈറ്റ് ആയാലും ഇത് പൊട്ടിയും പോവും. അപ്പം അധികം ലൂസ് അല്ലാത്തതും അധികം ടൈറ്റ് അല്ലാത്തതുമായ രീതിയിൽ ഒരു മിഡിൽ ആവറേജ് ഇതിൽ കെട്ടുക. കെട്ടൽ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ഊരിപ്പോവും. നമുക്കിത് ടൈറ്റ് ചെയ്ത് 2 തട്ടുകൂടി കുടുക്കി കെട്ടാം. അപ്പോൾ നമ്മൾ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്, ഒരു കൈ കെട്ടിയിട്ടുണ്ട്. നമുക്ക് മറ്റേ കൈയോടെയും കെട്ടിയെടുക്കാം. 2 കൈയും ഒരേ അളവിൽ തന്നെ വെച്ച് കെട്ടണം. ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി തെറ്റി നിന്നാൽ അത് എന്താ പറയുക, കല്ല് കറക്റ്റ് പോവില്ല. അപ്പോൾ കറക്റ്റ് ഇതിൽ തന്നെ വെച്ച് കെട്ടുക. ഇനി നമുക്കിതിൽ ആക്സസ് വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതായത് ഈ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതേപോലെ നമ്മൾ രണ്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലെതർ എടുക്കാം. നമ്മളിതൊരു നമ്മുടെ പഴയ വീട്ടിലുള്ള വാനിറ്റി ബാഗോ അല്ലെങ്കിൽ ലെതർ ചെരുപ്പോ എന്തെങ്കിലും മതി. നമ്മളിതിപ്പോൾ പഴയൊരു ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെതാണ് എടുത്തത്. നമുക്ക് ചെറിയൊരു പീസ് മതി. നമ്മൾ അത്ര വലുതൊന്നുമല്ല എടുത്തത്, നല്ല ചെറുത് തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. ഒരു പഴയ ബാഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പറിച്ചെടുക്കാവുന്ന ടൈപ്പാണ്. ഇതേപോലെ 2 സൈഡിലും കത്രി വെച്ച് കട്ട് ചെയ്ത് തുള ഉണ്ടാക്കാം. നമ്മളിതേപോലെ കത്രി വെച്ച് മുറിച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, 2 തോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കെട്ടാൻ വേണ്ടി ചെറിയ കഷ്ണം കൂടി മുറിക്കണം. അത് നമ്മൾ നേരത്തെ കെട്ടിയതിൻ്റെ ബാക്കി വരുന്ന ഭാഗമാണ് എടുത്തത്. നമ്മൾ നേരത്തെ 3 എണ്ണമായിരുന്നു പറഞ്ഞത്, പക്ഷെ 4 എണ്ണം വേണ്ടി വന്നു. ഒന്ന് നമ്മളോട് വിട്ടുപോയി, സോറി. അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അതായത് കയറി കട്ടായിപ്പോയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക. വൃത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ ചെറിയൊരു ഇത് മതി ലെതറുമായിട്ട് കെട്ടാൻ. അപ്പോൾ നമുക്കിനി ഇത് ലെതറുമായിട്ട് കെട്ടാം. കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ടും ട്യൂബാണ്. അപ്പോൾ നല്ലോണം തന്നെ കെട്ടുക. ഈ ഭാഗം അത്യാവശ്യം ടൈറ്റ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വേറെ എങ്ങനെ വേണമെങ്കിലും കെട്ടാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ള് കെട്ടി, ഇനി മറ്റേ സൈഡ് കൂടിയും കെട്ടണം. നമ്മൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും കെട്ടിയെടുക്കുക. നമ്മൾ രണ്ടും അളവ് കറക്റ്റ് പിടിച്ചങ്ങ് കെട്ടുക.
അളവ് കറക്റ്റ് ആക്കി എന്നിട്ട് വേണം കെട്ടാൻ. മറ്റേ അളവ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റേ ഭാഗത്തുള്ള അളവ് നോക്കി തന്നെ ഈ ഭാഗവും കെട്ടണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അളവ് നോക്കണം. അളവ് തെറ്റിപ്പോയാൽ ഇതിൽ നമ്മൾ വെച്ച് ഇവിടുന്ന് കല്ല് ശരിക്കും പോവില്ല. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ കറക്റ്റ് ടാർഗറ്റിലും കൊള്ളില്ല അളവ് തെറ്റിപ്പോയാൽ. ഒരു സൈഡ് ചരിഞ്ഞൊക്കെ ആയിരിക്കും നിൽക്കുക. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയിക്കൊള്ളുക. ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ വേണം നിങ്ങൾ നമ്മളെ വീഡിയോ അടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ്, അശ്വന്ത്.